നമസ്തേ. രത്നലോകത്തെ പുത്തൻ കാഴ്ചകളുമായി രത്നശാസ്ത്രയുടെ പുതിയ അധ്യായം ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ രത്നങ്ങളെക്കുറിച്ച് പറയുമ്പം രത്നങ്ങൾ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തരാനായിട്ട്, നമ്മളെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ രത്നങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞ കാര്യമായിരുന്നു സൗന്ദര്യവർദ്ധനത്തിൽ നമ്മൾ ഈ രത്നങ്ങളുടെ ഒരു പങ്ക്, അല്ലെങ്കിൽ രത്നങ്ങൾ ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രത്യേകമായിട്ട് 2 രത്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് മാലക്കൈറ്റ് എന്ന് പറയുന്ന ഒരു രത്നത്തെക്കുറിച്ച് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചു. അതുപോലെ തന്നെ പേൾസിനെ കുറിച്ച് അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെയുള്ള മറ്റ് രത്നങ്ങളും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന രത്നങ്ങളുണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ രത്നങ്ങൾക്കും അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി മാത്രമല്ല, അതിനകത്ത് ഇന്റേണലി അടങ്ങിയിരിക്കുന്ന ഒരു മെഡിസിനൽ വാല്യൂ അതുകൊണ്ട് ബ്യൂട്ടിഫൈങ് ആയിട്ടുള്ള ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് രത്നങ്ങളുണ്ട്. പേൾസിനകത്തൊക്കെയുള്ള കണ്ടൻസ് ഞാൻ പറഞ്ഞാലോ, ക്രീംസ്, ഫേഷ്യൽ ക്രീംസുകളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ മാലക്കാറ്റ് എന്ന് പറയുന്ന അതും ഇഷ്ടംപോലെ നമുക്ക് ഈ സ്കിന്നിന് വേണ്ടിയിട്ട്, സ്കിന്നിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സിന്, സ്കിൻ ടോണൊക്കെ ശരിയാക്കാൻ ഒരുപാട് കമ്പനികൾ, യൂസിലൊക്കെ ഒരുപാട് കമ്പനികൾ ഇതിൻ്റെ ക്രീമുകൾ കാര്യങ്ങളൊക്കെ ഗൂഗിളിലൊക്കെ തപ്പിയാൽ നമുക്ക് കിട്ടും. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു വെറൈറ്റിയാണ് റോസ് കോട്ട്സ് എന്ന് പറയുന്നത്. ഈ കോട്ട്സിൻ്റെ ഗണത്തിൽ പെടുന്ന ഒരു അപ്പോൾ അതിനകത്ത് നമുക്ക് റോസ് കോട്ട്സ് എന്ന് പറയുന്നത് ഒരു കോട്ട്സ് വെറൈറ്റിയാണ്. ഓക്കെ. അതിനകത്ത് പ്രധാനമായിട്ടും സിലിക്കോൺ ഡയോക്സൈഡാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ മഗ്നീഷ്യം, അയേൺ, ടൈറ്റാനിയം ഒക്കെയാണ് ഇതിന് ആ പിങ്ക് കളർ കൊടുക്കുന്നത്. നല്ലൊരു ബ്യൂട്ടി ആയിരിക്കും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹേർട്ട് ചക്രയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോണാണിത്. ഈ ഒരു റോസ് കോട്ട്സ് എന്ന് പറയുന്നത് റോസ് കോട്ട്സും ഹേർട്ട് ചക്രയായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ പച്ചക്കല്ലുകൾക്കും ഉണ്ട് ആ ഒരു ഒരു ഹേർട്ട് ചക്ര എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലവ് സൈൻ ആണല്ലോ, സ്നേഹം. അതാണ് ഒരുപാട് ലേഡീസിന് പറ്റിയ, അല്ലാതെ ലേഡീസ് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ റോസ് കോട്ട്സ്. അതിൻ്റെ ബാൻഡുകൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം, മാലകൾ, ഈവൻ സ്റ്റഡുകൾ പോലും റോസ് കോട്ട്സിൽ ധരിക്കുന്നുണ്ട് ആൾക്കാർ. ആ ഒരു കളറാണെങ്കിലും എനിക്ക് തോന്നുന്നു സ്നേഹം, അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ, ഇമോഷൻ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ധാരാളം ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഇതാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. പിന്നെ ഒരുപാടുണ്ട്. തന്നെയല്ല ഇതിൻ്റെ റോസ് കോട്ട്സ് റോളേഴ്സ് കിട്ടും. റോളറുകൾ, അത് ഫേഷ്യൽ മസാജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോളറുകൾ കിട്ടും. ഈ ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ബീഡ് വെച്ചിട്ടുള്ളത് ബീഡ് വെച്ചല്ല, അതിന് റോളറുണ്ട്. അതിന് ആ റോളർ വെച്ചിട്ട് അതാണ് വലിയ സാധാരണ ബ്യൂട്ടീഷ്യൻസൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും അതുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എലാസ്റ്റിസിറ്റി കിട്ടും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ. അങ്ങനെയുള്ള ഒരുപാട് മെഡിസിനൽ വാല്യൂ ഈ റോസ് കോട്ട്സിനകത്തുണ്ട്. അപ്പോൾ ഈ രത്നങ്ങൾക്ക് ഈ കാണുന്ന ആ ഒരു ഭംഗി മാത്രമല്ല, അതിനെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കുന്ന രീതികളുണ്ട്. ഈ ലസിക ഗ്രന്ഥികൾ എന്ന് പറഞ്ഞിട്ട്, ലിംഫ് നോഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇത്. അപ്പോൾ അത് ഇതിലൂടെ മസാജ്, ആ കാര്യങ്ങൾ കൊണ്ട് അതുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ കഴുത്ത്, കക്ഷം, ഈ ഭാഗങ്ങളൊക്കെ ഉള്ള ആ ഗ്രന്ഥികളുടെ പ്രവർത്തനം കുറച്ചും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ ഈ റോസ് കോട്ട്സ് റോളേഴ്സ് നല്ലതാണ്. അതുപോലെ തന്നെ റോസ് കോട്ട്സിന് ഒരുപാട് മെഡിസിനൽ വാല്യൂ മാത്രമല്ല, അതിനൊരു ഹാപ്പിനെസ് തരുന്ന ഒരു രത്നമാണ്. ഓക്കെ. ഒരുപാട് ഒരു കണ്ടാൽ തന്നെ ഒരു വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കളറാണത്, ഇല്ലേ? പിങ്ക് കളറാണ്. ആ പിങ്ക് കളറ് നമ്മൾ ഒരു റെഡ് ത്രെഡിലൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ കളറൊന്ന് എൻഹാൻസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി കുറച്ചും കൂടെ ഒന്ന്. അതുകൊണ്ട് മിക്കവാറും നമ്മൾ വീടുകളോ അല്ലെങ്കിൽ വെറും പ്ലെയിൻ ആയിട്ടുള്ള ത്രെഡിൽ കെട്ടിയാൽ റെഡ് ത്രെഡിൽ മാത്രമേ അത് കെട്ടിക്കൊടുക്കത്തുള്ളൂ. നല്ല ഭംഗി കൂടുതലായിരിക്കും. ഈ റോസ് കോട്ട്സ് എന്ന് പറയുന്നത് ഇത് കോമൺ ആയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ബാൻഡുകളാണ് കൂടുതലും
ഉപയോഗിക്കുന്നത്. മാലകളുണ്ട്, മാലകൾ ഉപയോഗിക്കാം. ഈ ബീഡ് വെച്ചിട്ട് തന്നെ നമുക്ക് മാലകളായിട്ട് മാലയൊക്കെ ആയിട്ട് അതിനകത്ത് വേറെ ഗോൾഡ് ഒന്നും കെട്ടേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടൊരു ഒരു നല്ല റെഡ് ത്രെഡിനകത്ത്, ചുമല ത്രെഡിനകത്ത് നമ്മൾ കോർത്തെടുത്തിട്ടാൽ ഭയങ്കര ഭംഗിയാണ്. അധികം വില വരുന്ന കല്ലുമല്ല, ബീഡല്ലത്. അപ്പം അങ്ങനെ ഞാൻ ചോദിക്കണേ, ഒരു വ്യക്തിക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അതിന് എന്തെങ്കിലും ആളുടെ ചാർട്ടോ അല്ലെങ്കിൽ അങ്ങനെ സ്പെസിഫിക് കാര്യങ്ങൾ നോക്കണോ, അതോ കോമൺ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്ന ഒരു ബീഡാണ്? എസ്പെഷ്യലി ഇത് ബീഡ്സ് അല്ല, അതെല്ലാം ത്രെഡ് ചെയ്ത് ആണല്ലോ, അല്ല ഹോൾ ചെയ്താണല്ലോ വരുന്നത്. മനസ്സിലായില്ലേ? ഇത് ശരിക്കും ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. അത് മണി അട്രാക്ട് ചെയ്യുന്നതാണ്, ഐശ്വര്യത്തെ കൊണ്ടുവരും, പ്രോസ്പെറിറ്റി കൊണ്ടുവരും, മനസ്സിന് ഒരു ശാന്തത, ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതായത് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ഹീലിംഗ് ക്രിസ്റ്റൽസിന്റെ ആ ഒരു ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഇതിനെ പെടുത്താറുണ്ട് അല്ലേ? പിന്നെ ഹീലിംഗ് സ്റ്റോൺ ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാറുണ്ട്. വലിയ ക്രിസ്റ്റൽസ് എല്ലാം പ്രകൃതിദത്തമായിട്ട് പ്രകൃതിയിൽ തന്നെ വിളഞ്ഞുണ്ടാകുന്ന രത്നങ്ങളാണെന്ന് ഓർത്തോണം. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കോട്സ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ. കോട്സിനകത്ത് ഒരുപാട്, ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റോൺസ് കോട്സ് വെറൈറ്റീസിലുള്ള, കോട്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേക റോക്കാണ്. അത് ആ റോക്കിനകത്ത് ഈ മഗ്നീഷ്യം ഒക്കെ കയറുമ്പോഴാണ് ഈ കളർ, മാഗ്നീഷ്യം ഒക്കെ കയറുമ്പോൾ അയൺ കണ്ടൻസ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് പിങ്കിഷ് ആയിട്ടുള്ള ഒരു കളർ അതിനകത്ത് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ റോസ് കോട്സ്, അല്ലെങ്കിൽ നമുക്ക് എനിക്കൊന്ന് മുമ്പുള്ള എപ്പിസോഡ് നമ്മൾ വൈറ്റ് കോട്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം വരുന്ന ഒരു സെയിം കാറ്റഗറിയിൽ വരുന്ന, പക്ഷെ തന്നെ എല്ലാത്തിനകത്ത് കണ്ടൻസുകളൊക്കെ ചെറിയ വ്യത്യാസം വരുമ്പോഴാണ്, കളർ കണ്ടൻസ് ഒക്കെ കൂടുമ്പോഴത്തേക്കും ആണ് ഇതിന് വേറൊരു വെറൈറ്റി ആയിട്ട് വരുന്നത്. കോട്സ് വെറൈറ്റി എന്ന് ഇതിന് പറയുന്നത്. കോട്സ് വെറൈറ്റിയിൽ പെടുന്ന രത്നങ്ങളാണ്. ഇത് റൂബിക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് കൊടുക്കാറുണ്ട്. റൂബിക്കൊരു റെഡ് കളറാണ്. അപ്പോൾ അതായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. ഒരു റെഡ് കളർ റൂബി റിങ്ങും അതിൻ്റെ തൊട്ടിപ്പറെ ഒരു നല്ലൊരു കോട്സിൻ്റെ, റോസ് കോട്സിൻ്റെ റിങ് കൊണ്ടിട്ട ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര മാച്ചിങ് അത്, റെഡ് ആൻഡ് പിങ്കിഷ്. അപ്പോൾ ഈ റൂബിക്ക്, മാണിക്യത്തിന് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പകരമായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. റൂബിക്ക് പകരം വേണമെങ്കിൽ കോട്സ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കണത്, റൂബി ധരിക്കുന്ന ഒരാൾ, റൂബി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ്, ഒരു മാല, സ്ട്രിങ്, ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോൺ ആണല്ലോ ഈ? പിന്നെ തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമുക്ക് റൂബി ഉപയോഗിക്കണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. വെറുതെ ഒരാൾക്ക് പോയി റൂബി വാങ്ങിച്ചിടാൻ പറ്റത്തില്ല. റോസ് കോട്സ് അങ്ങനെയല്ല. നമ്മൾ റോസ് കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അത് റോസ് കോഴ്സ് നമുക്ക് ഈ പറയുന്ന മാണിക്യം, റൂബിക്കൊരു ഉപരത്നം എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം റൂബി ഉപയോഗിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ക്യാരറ്റേജ്, അല്ലെങ്കിൽ അത് നമുക്ക് അനുയോജ്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. എസ്പെഷ്യലി നമ്മളുടെ അതിൻ്റെ ക്യാരറ്റേജ്, നമ്മൾ അതിൻ്റെ തൂക്കം ഒരു നമുക്ക് പ്രധാന ഘടകമായിട്ട് ഒരു ബർത്ത് ചാർട്ട് നോക്കി തന്നെ അതിൻ്റെ ചാർട്ട് ഇത് കൊടുക്കുന്നത്, നമ്മൾ അതിൻ്റെ ക്യാരറ്റേജ് നിശ്ചയിക്കുന്നത്. പിന്നെ റൂബി സൂര്യൻ്റെ സ്റ്റോൺ ആണല്ലോ. അപ്പോൾ അത് ചുമ്മാ പോയി ഒരാൾക്ക് വാങ്ങിച്ചിടാനായിട്ട് ആൾ പറഞ്ഞിട്ടൊന്നും പോയി ആദ്യത്തെ ദശ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി മേടിച്ചിടാൻ പാടില്ല. കൃത്യമായിട്ട് അവരുടെ ബർത്ത് ചാർട്ടിൽ തന്നെ നോക്കിയിട്ട്, ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് പഠിച്ച് നമുക്ക് സാമാന്യ വിവരങ്ങൾ നമ്മൾ ഈ ഗ്രഹസ്ഥിതിയെക്കുറിച്ച്, അവനവൻ്റെ ഗ്രഹസ്ഥിതിയെക്കുറിച്ചെങ്കിലും ഒരു ധാരണ ഉണ്ടാകും നല്ലതാണ്. കാരണം ഇതൊരു ശാസ്ത്രമാണ്. അല്ലാതെ ഇതിനകത്ത് മറ്റ് തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ജാതിമത ലിംഗഭേദങ്ങളൊന്നും ഇതിനകത്തില്ല. ഈ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം പ്രകൃതി മനുഷ്യന് വേണ്ടി കൊടുത്തിരിക്കുന്ന അതിനൊരു സയൻസ്. അതിൽ കൂടെ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ച് ഇപ്പോൾ സബ്ജക്റ്റായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ ഇത് ചെയ്യുന്നതുണ്ടെന്ന് എനിക്ക് അത് കൃത്യമായിട്ട് ഞാനതിനെ കുറിച്ച് എനിക്ക് അറിവില്ല. എന്നാൽ ഞാൻ കേട്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിൽ. കാരണം ഇത് പഠിക്കുന്നതോടുകൂടി നമുക്ക് നമ്മളുടെ ഗ്രഹസ്ഥിതിയെങ്കിലും, നമ്മളിപ്പോൾ പ്രൊഫഷണലി പോകണമെന്നില്ല, നമുക്ക് തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ അതായത് നമ്മളുടെ ഈ 12 ഹൗസുകളിൽ അടങ്ങിയിരിക്കുന്ന നിൽക്കുന്ന ഈ നവഗ്രഹങ്ങൾ നമ്മളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഏത് ഗ്രഹമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഏത് ഗ്രഹമാണ് നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത്, ഏത് ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുന്നു, ഏത് ഗ്രഹം നീചത്തിൽ പോയിരിക്കുന്നു, ഏത് ഗ്രഹം സ്വക്ഷേത്രമായിട്ട് നിൽക്കുന്നു, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല, ഒരു അറിവ് നേടുന്നതുകൊണ്ട് കുഴപ്പമില്ല.
ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഇത് വേൾഡ് വൈഡായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. കാരണം ഞാൻ പ്ലാനറ്ററി ജെമ്മോളജിയിൽ നമ്മളുടെ 64 രാജ്യങ്ങളിൽ നിന്നുള്ള ജെമ്മോളജിസ്റ്റുകൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളവർ കുറവാണ്. മറ്റ് രാജ്യക്കാരാണ് കൂടുതലായിട്ട് അവരാണ് ഈ ശാസ്ത്രമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പഠിക്കുകയും നമ്മളെക്കാളും ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ബേസ് കിടക്കുന്നത് നമ്മുടെ ഇവിടെയാണ് തന്നെ. പിന്നെ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ. നമ്മുടെ ആചാര്യന്മാർ ഒരു ജ്ഞാനദൃഷ്ടികൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതെന്ന് വേണേൽ പറയാം. ഒരു ടെലസ്കോപ്പ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഇതൊക്കെ അവർ കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സൂര്യനെക്കുറിച്ച് പറയുമ്പോൾ ഈ റൂബിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ് വന്നത്. സൂര്യൻ എന്ന് പറയുമ്പോൾ ഈ സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും പ്രകാശം നൽകുന്ന ഒരു സോഴ്സ് ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലല്ലേ? അത് ആ പ്രകാശം എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്നെയാണ്. ലൈറ്റ് ഏറ്റവും ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സൂര്യനാണ്. അപ്പോൾ ആ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിനുള്ളൊരു വിഷയം എന്ന് പറയുന്നത് സൂര്യനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ ബുധനൊക്കെ ഓൾമോസ്റ്റ്, ബുധനാണ് ഏറ്റവും അടുത്ത ഗ്രഹം സൂര്യനുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. അപ്പം ഈ മൗഢ്യസ്ഥിതി, കാരണം ഈ പ്രകാശം കൊണ്ടും അതിൻ്റെ ലൈറ്റ് കൊണ്ടും മറ്റേ ഗ്രഹങ്ങൾ മങ്ങിപ്പോകുന്നു. അതിന് ചിലപ്പോൾ മൗഢ്യമെന്ന് പറയാം, അല്ലെങ്കിൽ ആ ഗ്രഹം വീക്കായി പോകുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ട്. യോഗങ്ങളും ഉണ്ട്. ഇപ്പോൾ സൂര്യൻ ബുധൻ നിപുണ യോഗം എന്ന് പറഞ്ഞൊരു യോഗ. അപ്പോൾ അതൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജനറലായിട്ടിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജനറലായിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ ചാർട്ടിനകത്ത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഗ്രഹത്തിന് മൗഢ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ കോമ്പസിഷൻ അല്ലെങ്കിൽ ഈ കൺജക്ഷൻ നന്നായിട്ടാണോ നിൽക്കുന്നത്, അവർക്ക് ഗുണം ചെയ്യുന്നതാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ലൈറ്റും പ്രകാശവും എക്സ്പോഷറും നൽകുന്ന ഗ്രഹമാണ്. പിതൃകാരകനാണ്, ആത്മകാരകനാണ് സൂര്യൻ. അങ്ങനെ ഒരു 100 കണക്കിന് വിശേഷങ്ങൾ സൂര്യനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കാണുന്നതും സൂര്യനെയാണ്. കാണപ്പെട്ട ദൈവവും സൂര്യൻ എന്ന് പറയും, സൂര്യചന്ദ്രന്മാരും. അപ്പോൾ ഇതിന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു റോളാണ് നവഗ്രഹങ്ങളിൽ സൂര്യനാണ് കിങ് ഓഫ് പ്ലാനറ്റ്സ് എന്ന് വേണേൽ പറയാം. അപ്പം സൂര്യൻ്റെ രത്നം ഉപയോഗിക്കുമ്പോഴും നമ്മളതുപോലെ, രത്നം സജസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായി ആ ഗ്രഹനിലയും മറ്റ് ഡിവിഷണൽ ചാർട്ടുകളും പഠിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ രത്നങ്ങളുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രത്നം കൂടെയാണ് ഈ റൂബി, മാണിക്യം. പിന്നെ നവരത്നങ്ങളിലൊക്കെ സെൻറ്ററിലല്ല റൂബി ഇരിക്കുന്നത്. മാറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും സൗകര്യപ്രധാനമായിട്ട് വെക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ശാസ്ത്രം, അതാണ് അതിൻ്റെ രീതിയും ക്രമവും അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രാധാന്യം നമ്മൾ ഈ രത്ന നിർണയത്തിലും അതുപോലെ തന്നെ രത്നം ധരിക്കുമ്പോഴും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സൂര്യരത്നം ഇദ്ദേഹത്തിന് വന്നിരിക്കുന്ന ആൾക്ക് ചേരുമോ, സൂര്യൻ എങ്ങനെയാണ് ഉള്ള ബർത്ത് ചാർട്ടിൽ നിലനിൽക്കുന്നത്, ഗുണവാനായിട്ടാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണോ ഈ പ്ലാനറ്റ് നൽകുന്നത്. കാരണം ഗ്രഹങ്ങളെല്ലാം ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയും സുക്ഷേത്രമൊക്കെ ഉണ്ട്. നീചത്തിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സൂര്യൻ നീചത്തിലൊക്കെ തുലാത്തിൽ ജനിക്കുന്നവർക്ക് നീചസ്ഥിതി ഉണ്ടാകാം. അതിൻ്റെ ഡിഗ്രി അനുസരിച്ചിട്ടേ അത് പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്കൊരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അത് ആ രത്നം കൊടുത്ത് ഇത് നേരെയാക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വളരെ ചിന്തിച്ചതിന് ശേഷമാണ് ആ രത്നം കൊടുക്കാൻ പാടുള്ളൂ. നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് സൂര്യൻ. അപ്പം സൂര്യരത്നം റൂബിയും അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുകയുണ്ടായി. അപ്പം അത് ധരിക്കുമ്പോൾ ഈ മാണിക്യം റൂബി ഒരു വ്യക്തിക്ക് അനുയോജ്യമാണ്. അപ്പോൾ ആ വ്യക്തി ഈ രത്നധാരണത്തിലേക്ക് പോകുമ്പം മെയിനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആൾ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും നല്ല പവർഫുള്ളായിട്ടുള്ളൊരു രത്നം തന്നെയാണ് റൂബി. കാരണം ഹാർഡ്നെസ് കണക്കിലെടുത്ത മുഹമ്മദ് സ്കെയിൽ 9 എന്ന് പറയുന്ന ഹാർഡ്നെസ്സാണ്. 10 ഡയമണ്ട് ആണെങ്കിൽ 9 റൂബിയിലാണ് നിൽക്കുന്നത്. മനസ്സിലല്ലേ? ഇതിനകത്തുള്ള മിനറൽ എന്ന് പറയുന്ന കൊറംഡം എന്ന് പറയുന്ന ഒരു മിനറലാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ആ ഗ്രൂപ്പിൽ പെടുന്ന
കലയിൽപ്പെട്ട ഒരു രത്നമാണ് ഓക്കെ. റൂബി. അപ്പോൾ റൂബി ധരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ റൂബി സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട സൂര്യരത്നം എന്ന് ആണല്ലോ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സൂര്യൻ ഒരാളുടെ ബർത്ത് ചാർട്ടിൽ ഇതിൻ്റെ പൊസിഷനാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം. കാരണം ഇത് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അവർ തന്നെ പറയും, ഇപ്പം മിക്കവാറും ആൾക്കാർ നമ്മളോട് പറയുന്ന സാറേ ഞാൻ കർക്കിടക ലഗ്നമാണ്, ധനു ലഗ്നമാണ്, എനിക്ക് ഇന്ന സ്റ്റോൺ ചേരുവോ, അല്ല ഇന്ന ദശാകാലം ഞാനിത് ധരിക്കട്ടെ എന്ന് അവർക്ക് ആ ലഗ്നത്തെക്കുറിച്ചൊക്കെ സാമാന്യ ബോധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടവ ലഗ്നം, മേടം കഴിഞ്ഞാൽ ഇടവ ലഗ്നം, ഇടവ ലഗ്നം 6 സൂര്യൻ, അതായത് തുലാത്തിൽ സൂര്യൻ നിൽക്കുന്നു അല്ലേ. ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം. 6th ഹൗസ് എന്ന് പറയുന്നത് സൂര്യൻ്റെ, തുലാം രാശി സൂര്യൻ്റെ പവർഫുൾ അല്ലാത്ത രാശിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതെ ഇല്ലേ. തുലാം രാശിയുടെ സൈൻ തന്നെ ത്രാസാണ്, കച്ചവടമാണ്. സൂര്യനൊരു റൂളറാണ്, ഒരു കച്ചവടക്കാരനല്ല. മാർക്കറ്റിൽ ഇറങ്ങി വില പേശാൻ പറ്റത്തില്ല, ഒരു പരിധിക്കപ്പുറം താഴ്ന്നു നിൽക്കാൻ പറ്റത്തില്ല. ഇത് ശനിയുടെ ഉച്ചരാശിയും കൂടെയാണ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. ശനി നേരെ പക്ക ബിസിനസ്മാനാണ്, തൊഴിൽ രംഗമാണ്, ഏത് നിലയിലും താഴെ ഇറങ്ങിയും ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് സൂര്യൻ അവിടെ ഒരു നീചസ്ഥിതി വന്നിരിക്കുന്നത്. നമ്മളിതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും പറയുകയാണ്. അപ്പോൾ സൂര്യൻ്റെ നീചസ്ഥിതി അതിൻ്റെ കൃത്യം ഡിഗ്രിയിലാണെങ്കിൽ നീചത്തി വന്നു. അപ്പോൾ 6th ഹൗസ്, ഇടവലഗ്നക്കാരൻ്റെ 6th ഹൗസ് സൂര്യൻ, മനസ്സിലായില്ലേ, നീചത്തിപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ 6th ഹൗസ് എന്തൊക്കെയാണ്? 6th ഹൗസ് രോഗം, കടം, ബാധ്യത, എനിമീസ്, ശത്രുക്കൾ, ഒപ്പോസിഷൻസ്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, ഒരിക്കലും ഒരു കംഫർട്ടബിൾ ചാർട്ടല്ല ഹൗസ് അല്ലത്. 6th ഹൗസ് നമുക്ക് ഈ വക പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ്. 8th ഹൗസ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ഹൗസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് തിരിഞ്ഞു പോകേണ്ട. നമ്മൾ ആ 6th ഹൗസിൽ സൂര്യൻ വളരെ റോങ് എഫക്റ്റ് തന്നെ നൽകും, അത് പരിപൂർണമായിട്ടും നീചാവസ്ഥയിലാണെങ്കിലും. അപ്പോൾ എന്താണ് രോഗാവസ്ഥകൾ? ചൂടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടാകുക. സൂര്യൻ പ്രകാശമാണ് കാഴ്ചശക്തിയെ ബാധിക്കുക. സൂര്യൻ വൈറ്റമിൻ ഡി തരുന്ന ആളാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുക. ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ജോയിൻസിന് പെയിന്, കാല് കഴപ്പ്, കൈ കഴപ്പ്. എനിക്കൊരു 28-30 വയസ്സുള്ള ആൾക്കാർക്ക് പോലും, യങ്സ്റ്റേഴ്സിന് പോലും കാലും കൈയും കഴപ്പ്. കാരണം വെച്ചാൽ അവർ അവർക്ക് ബേസിക്കലി അവർക്ക് സൂര്യൻ്റെ സപ്പോർട്ടില്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഒരു മഞ്ഞ നിറം കാണും, അവരെ ഇൻക്യുബേറ്ററി വെക്കോ അല്ലെങ്കിൽ ഇളം വെയിൽ പൊള്ളിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾ പലർക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. അപ്പം സൂര്യൻ എക്സ്പോഷർ തരേണ്ട ആളാണ്. സൂര്യൻ നല്ല പ്രഭയോടുകൂടി, സൂര്യൻ്റെ പടമൊക്കെ ആൾക്കാർ വരച്ചു, നല്ല പ്രഭയിലല്ല നിൽക്കുന്നത്. ഇത് നീചാവസ്ഥയിൽ പോയാൽ എക്സ്പോഷർ പോയി, ബ്രൈറ്റ്നെസ് പോയി, ലൈറ്റാണ് പോകുന്നത്, പ്രകാശം പോയി. നല്ല പ്രകാശമുള്ള ഈ സ്റ്റുഡിയോയിൽ ലൈറ്റ് അങ്ങ് ഓഫായ സ്ഥിതി വരും. അപ്പോൾ നമുക്ക് ജീവിതത്തിലെ പ്രകാശമാണ് പോകുന്നത്. ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട ലൈറ്റ് കുറഞ്ഞതായിട്ട് തോന്നും, നമുക്ക് എക്സ്പോഷർ ഇല്ലാതെ തോന്നും, ഒറ്റപ്പെട്ട ഒരു ഐസൊലേഷൻ ഫീലിംഗ് വരും. സൂര്യൻ പിതാവാണ്, പിതൃഗുണങ്ങൾ കിട്ടാതെ പോലെ, അച്ഛനില്ലാത്ത അവസ്ഥ, അല്ല അച്ഛനുമായിട്ട് ചേർന്ന് പോകാത്ത മക്കളുണ്ടല്ലോ, അങ്ങനെയുള്ളൊരവസ്ഥകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, രോഗാവസ്ഥകൾ, മെയിൻലി രോഗാവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഇടവ ലഗ്നക്കാരനായിരിക്കുന്ന ഒരാൾ സൂര്യദശയിൽ കൂടെ കടന്നു പോകുന്നതെന്ന് നമ്മൾ കരുതുക. സൂര്യരത്നമായ റൂബി ധരിക്കാവോ? ഒരിക്കലും പാടില്ല. അവിടെയാണ് രത്നത്തിൻ്റെ ടിപ്പ്, പോയിൻ്റ് അതാണ്. ഒരിക്കൽ പോലും ആൾക്ക് ആ റൂബി രത്നം കൊടുത്താൽ അയാൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിനേക്കാളും അയാളുടെ രോഗാവസ്ഥ വഷളാകത്തേ ഉള്ളൂ. കാരണം രത്നങ്ങൾ ആ എക്സിസ്റ്റിംഗ് പ്ലാനിനെ ട്രിഗർ ചെയ്യുള്ളൂ, അല്ലാതെ എന്താ ചെയ്യുന്നത്? ഇപ്പം നമുക്ക് സൂര്യൻ വളരെ റോങ് സൈഡിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ രോഗാവസ്ഥ സ്ഥാനത്താണ് നിൽക്കുന്നത്, നിങ്ങൾ റൂബി ധരിച്ചോ എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈദ്യശാലയോ ഹോസ്പിറ്റൽസോ
അമ്പലമോ പള്ളികളോ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരാളുടെ ചാർട്ട് നോക്കിയിട്ട് റോങ് പ്ലാനറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കല്ല് കൊടുത്താൽ പോരെ. ഒരിക്കൽ പോലും അത് ഇല്ല. അതൊരു ലോക്കാണ്. അത് മറ്റേ കാർമിക് ഇഷ്യൂസ് എന്ന് വേണം പറയാം. പൂർവ്വജന്മം കൊണ്ട് തന്നെ നമുക്ക് പഴയ ബർത്തിൽ നിന്ന് തന്നെ നമുക്കത് ലോക്കാണ്. പിതൃഗുണങ്ങൾ കുറയണം, എക്സ്പോഷർ കുറയണം, അങ്ങനെയുള്ളൊരു ഇതിലാണ് നമ്മൾ പഴയ ജന്മത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് ഷോർട്ട് കട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല കാര്യങ്ങൾക്കും ചിലപ്പോൾ രത്നം പരിഹാരമല്ല. രത്നം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ രത്നധാരണം എത്രത്തോളം സൂക്ഷ്മതയോടെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പോകണമെന്ന് പറയുന്നതാണ്. അത് നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. നമുക്ക് ഈ ഒരു തന്നെ നമുക്ക് സംസാരിക്കാം. ഈ ഒരു വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.